ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവില്ലാമലയാണ് കേട്ടോ. വല്യമ്മയുടെ വീട്ടിലാണ്. ചെറുതായിട്ട് നല്ല മഴയൊക്കെ ചാറുന്നുണ്ട്. ഇന്നിപ്പോൾ സ്കൂളുണ്ട് കേട്ടോ. സ്വത്തുട്ടൻ എണീച്ചിട്ടേ ഉള്ളൂ. സ്വത്തുട്ടൻ എൻ്റെ വല്യമ്മയുടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോഴിൻ്റെ കുട്ടിയാണ്. രാവിലെ തന്നെ ചെറുതായിട്ടൊരു മഴച്ചാറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉമ്മർത്തിരിക്കുകയായിരുന്നു. സ്വത്തുട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെറുതിനെ പറഞ്ഞു വിട്ടതായിരുന്നു കേട്ടോ ചേച്ചി. അപ്പോൾ അവൻ ഏട്ടനെ വിളിക്കുകയാണ്, സ്കൂളിൽ പോകാറായി എന്നൊക്കെ പറഞ്ഞിട്ട്. പറയാറായിട്ടില്ല, വിളിക്കുകയാണ്. എന്നാലും ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. ഫാനും ലൈറ്റും സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല. അപ്പോൾ ഉറക്കക്ഷീണമൊക്കെ മാറാൻ വേണ്ടി കുറച്ചൊരു ഉമ്മർത്തിരിക്കുകയായിരുന്നു കേട്ടോ, ഓരോന്ന് പറഞ്ഞിട്ട്. എണീച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചെറിയ മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എണീച്ചിരിക്കുകയാണ്. ഇനി സ്കൂളിലേക്കൊക്കെ പോകണം. മൂപ്പര് പരിചയമായ ഭയങ്കര സെറ്റാണ്. പോയപ്പോൾ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു പരിചയക്കേട് ഉണ്ടായിരുന്നു. പോയപ്പോൾ ഉറങ്ങി എണീച്ച സമയമായിരുന്നു കേട്ടോ. അതിൻ്റെയും കൂടി ആവും. പിന്നെ ആള് ഒരുവിധം സെറ്റൊക്കെ ആയി. പൂമ്പാറ്റയാണോ? ഒരു പൂമ്പാറ്റ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മയുടെ വണ്ടിയിലാണ് ഇരിക്കണേ ഇപ്പോ. കൊള്ളാലോ പൂമ്പാറ്റ. നോക്ക്, കുട്ടിയുടെ വണ്ടി ഇന്നലെ മൊത്തം നനഞ്ഞല്ലേ, മഴയത്ത് നിർത്തിയിട്ട് എടുത്തു വെക്കാണ്ടേ. എന്ത്? അമ്മ അവിടെ വണ്ടി വെച്ചുകൊണ്ട് കുട്ടിയുടെ സൈക്കിൾ വെക്കാൻ സ്ഥലമില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സ്വത്തുട്ടൻ. അപ്പം അടുക്കളയിൽ വല്യമ്മയും വീച്ചേച്ചൊക്കെ നല്ല പണിയിലായിരുന്നു. 8:30 അവന് പോകണം. പിന്നെ രണ്ടുപേരും കൂടിയിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വല്യമ്മയുടെ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് വല്യമ്മ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും കടലയും കൂടിയിട്ട് എണ്ണയിൽ വറുത്ത് കോരി അത് മാറ്റി വയ്ക്കും. എന്നിട്ട് ഉപ്പുമാവാകുമ്പോൾ അതൊന്ന് ഇട്ട് മിക്സ് ചെയ്യാട്ടോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഉണ്ടാവാറ്. അപ്പം നമ്മൾ ഉപ്പുമാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടോ. ഇവിടെ ഉപ്പേരി ഉണ്ട്, ബീൻസും ക്യാരറ്റും അല്ലേ, ഉപ്പേരിയാണ്. എന്താ അമ്മ വിളിക്കണോ? പൊക്കോളൂ, അങ്ങോട്ട് നടക്കൂ. അമ്മ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പൊക്കോളൂ. ഏട്ടനും അയ്യനും കൂടി ഒപ്പം ഇരുന്നിട്ട് തന്നെ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ അവിടെ? ഏട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി മൂപ്പര് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി ഇരിക്കുകയാണ് കേട്ടോ. പൂവ് എന്താ? പൂവ് പൂവ്. വിജി ചേച്ചി സ്വത്തുട്ടന്നെ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഷൂ ഒക്കെ മൂപ്പര് ഒറ്റയ്ക്ക് തന്നെ ഇടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ UKG പഠിക്കണത്. കുത്താമ്പുള്ളി പഴശ്ശിരാജ സ്കൂളിലാണ് കേട്ടോ. ചേച്ചിയുടെ പിള്ളേരും അവിടെ തന്നെയാണ് പഠിക്കണത്. സ്വത്തുവിന് എത്ര കുറി തൊട്ടാലും നെറ്റിയിൽ നിൽക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വല്യമ്മ വീണ്ടും കുറിയൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കുകയായിരുന്നു പോകാറാകുമ്പോഴേക്കും. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെയും അനിയൻ്റെയും കൂടിയിട്ട് കുറച്ച് കളികളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടേക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ചിട്ടൊരു ചേച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി ചുങ്കം വരെ പോയിട്ടുണ്ടായിരുന്നു അവൻ. നമ്മുടെ ചെക്കൻ വരുന്നുണ്ട് കേട്ടോ. ഒരു യാത്ര കഴിഞ്ഞിട്ട്. കരഞ്ഞോ? അയ്യോ, എന്തിനപ്പ കരയണേ? എനിക്ക് തോന്നുന്നു ബേബി ഇറങ്ങിയപ്പോ പോയോ? ബേബി
കാര്യേ എനിക്ക് തോന്നി ബേബി ഇറങ്ങുമ്പോ നമുക്ക് അറിയോ പോയോ അമ്മ പോയോ പോണോ ചെക്കൻ്റെ ബസ് വരുന്നുണ്ട് കേട്ടോ. ബസ് കയറിയപ്പോൾ പിന്നെ മൂപ്പര് നമ്മളെ നോക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്കൊരു വിഷമമായിരുന്നു അങ്ങനെ ടാറ്റ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബസ്സൊക്കെ കയറ്റിയിട്ട് വിട്ടിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അവിടെ അമ്മുവും ലച്ചും സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ അപ്പുറത്തെ എടുത്ത പിള്ളേരാണ്, അവരും സ്കൂളിൽ പോകാൻ റെഡി ആയി നിൽക്കുകയായിരുന്നു. ഋത്തുവിനെ കൊണ്ടാക്കാൻ പോയി വന്നിട്ടാണ് കേട്ടോ ഉപ്പുമാവ് കഴിച്ചത്. ചെറുത് പിന്നെ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അച്ഛമ്മയുടെ കൂടെ കിട്ടും അവൻ്റെ കളി. പിന്നെ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വീച്ചേച്ചി ജോലിക്കും പോവും.